നമസ്കാരം. കർക്കിടക മാസമൊക്കെയാണ്, മഴയൊന്നുമില്ലെങ്കിലും നല്ല മഴ പെയ്യുന്ന സമയത്ത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഔലോസ് പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ പറയാം പൂരം പൊടി എന്നൊക്കെയാണ് പറയുക, തൃശ്ശൂർ ഭാഗത്ത് പൂരം പൊടി എന്ന് പറയും. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പൂരം പൊടി ഉണ്ടാക്കുന്നത് ഈ ഡബിൾ ഹോഴ്സിന്റെ പച്ചരി കൊണ്ടാണ്. രണ്ട് തരത്തിൽ നമ്മൾ ഈ പൂരം പൊടി ഉണ്ടാക്കുന്നത്, ഒന്ന് പച്ചരി കൊണ്ട് ഉണ്ടാക്കും, ഒന്ന് ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പച്ചരി കൊണ്ടാണ് ഈ പൊടി ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് 14 കിലോ പച്ചരിയാണ്. 14 കിലോ പച്ചരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 12 കിലോ 12.5 കിലോളം പൊടി നമുക്ക് കിട്ടും. അത് നന്നായി നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ഇതുപോലെ ഈ വെള്ള കളറായിട്ട് തന്നെ അരി കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ നമുക്ക് എടുക്കണം. നമ്മൾ ഏകദേശം ഇന്ന് 30 തേങ്ങയാണ് എടുക്കുന്നത്. 1 കിലോയ്ക്ക് 2 തേങ്ങ എന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. നമ്മൾ തേങ്ങ എടുക്കാൻ വന്നിട്ടുള്ളത് മുല്ലശ്ശേരി FPയുടെ തന്നെ സ്ഥാപനമായ കേരളാൽപ്പം യൂണിറ്റിലേക്കാണ്. ഇവിടെ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങയുടെ സ്റ്റോക്ക് അവിടെ ഉണ്ട്. അവിടെ നമ്മൾ നല്ല വിളഞ്ഞ തേങ്ങ നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ ചിരക്കുന്നതിന് മുൻപ് ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് ഇടാതെ നമ്മൾ ഒരു പണിയും ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങയൊക്കെ നന്നായി ചിരകിയെടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ കൊത്തൊന്നും വീഴാത്ത രീതിയിൽ ചിരകിയെടുക്കണം. നമ്മൾ അരമണിക്കൂർ സമയമെടുത്ത് 4 തവണയാണ് നമ്മൾ അരി കഴുകിയത്. എന്നിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ ഈ അരി വെച്ചു, റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ആ സമയത്താണ് നമ്മൾ പോയിട്ട് തേങ്ങ പൊളിച്ച് തേങ്ങ ചിരകിയത്. അതിനുശേഷം നമ്മളിത് പൊടിക്കാനുള്ള മെഷീനിലേക്ക് മാറ്റുകയാണ്. കുറച്ചായിട്ട് നമ്മളത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരി പൊടിക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് തരി കൂടുതലുള്ള രീതിയിൽ വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇത് നമ്മുടെ ഷിമേച്ചിയാണ്. ഇതിൽ ഉപ്പിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാത്ത കാരണം കൊണ്ട് ആളെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ഡയറക്റ്റ് അരിപ്പൊടിയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ കട്ട പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം കുറച്ച് പൊടി എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിരകി കൊണ്ടുവന്ന തേങ്ങ പാത്രത്തിലേക്ക് ഇടുകയാണ്. കുറച്ച് തേങ്ങയാണ് നമ്മൾ ആദ്യം ഇടണം, കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങയിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയിട്ട് അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് അതാദ്യം നമ്മൾ മിക്സ് ചെയ്യും. നന്നായി തിരുമ്പി ചേർക്കണത്. അതിനുശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സെക്ഷൻ ഇടുള്ളൂ. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചേർക്കേണ്ടത് നല്ല ജീരകമാണ്. 100 ഗ്രാം നല്ല ജീരകം പൊടിയായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ കരിഞ്ജീരകം 400 ഗ്രാം നന്നായി കഴുകി അതിലെ മണ്ണെല്ലാം കളഞ്ഞ് അതും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുവന്നുള്ളി ചേർക്കണം. ഏകദേശം 800 ഗ്രാം ചുവന്നുള്ളി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ചതച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അത് കഴിഞ്ഞാൽ ഇത് നന്നായി മിക്സ് ചെയ്യണം, നന്നായി തിരുമ്പി ചേർക്കണം. അതെല്ലാം കൂടി തിരുമ്പി ചേർത്താലാണ് അതിൻ്റെ ശരിയായ സ്വാദ് നമുക്കത് കഴിക്കുമ്പോൾ കിട്ടുള്ളൂ. എത്ര തിരുമ്പി ചേർക്കുന്നോ അത്രയും ഇതിൻ്റെ സ്വാദ് കൂടും. അങ്ങനെ നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ പൊത്തി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് 1 മണിക്കൂർ നേരത്തേക്ക് നമ്മളിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മളീ പൊടി വറുക്കുന്നത് സാധാരണ അടുപ്പിൽ തന്നെയാണ്. തീ നന്നായി കത്തിച്ചതിന് ശേഷം ഉരുളി ചൂടായാൽ നമുക്ക് ഈ പൊടി അതിലേക്ക് ഇടാം. ഉരുളി ചൂടായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളതങ്ങനെ എല്ലാം ഇട്ട് തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുൻപ് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ഇട്ട ഭാഗം കരിയാതിരിക്കാനായിട്ട് നമ്മൾ മെഷീൻ ഓണാക്കി ഒപ്പം തന്നെ പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പൊടി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല ചൂടിൽ പിന്നെ നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം അങ്ങനെ 5 മണിക്കൂറുകൾ നീണ്ട പൊടി വറക്കലിനൊടുവിൽ നമ്മുടെ പൂരം പൊടി ആയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. അന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണിക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൂരപ്പൊടി എടുത്ത് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് കട്ടൻ ചായ അതിലേക്ക് ഒഴിച്ച് അത് മിക്സ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ചെറുപ്പകാലം ഉണ്ടല്ലോ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുണ്ടാക്കി പൂരം പൊടി ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് ഔലോസ് പൊടി മാത്രമല്ല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി കൂടാതെ ശുദ്ധമായ വെളിച്ചെണ്ണയും കോക്കനട്ട് വെർജിൻ ഓയിലും നമുക്കിവിടെ ലഭ്യമാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ ആമസോണിലും ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ്. മുല്ലശ്ശേരി ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി, ചിറ്റാട്ടുകര.